നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിലും കാറ്റിലും മറ്റത്തൂർ പഞ്ചായത്തിലെ 19ാം വാർഡിൽ നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊരേച്ചാൽ സ്വദേശിയുടേതെന്ന് തിരിച്ചറിഞ്ഞു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ചക്കിപ്പറമ്പ് പട്ടികവർഗ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിലും കാറ്റിലും മറ്റത്തൂർ പഞ്ചായത്തിലെ 19ാം വാർഡിൽ നാശനഷ്ടം. പള്ളംമുറി കൈപ്പിള്ളി വീട്ടിൽ അനിലിന്റെ ഫാം ഷെഡിന് മുകളിൽ മരം കടപുഴകി വീണു. ഓടിട്ട ഫാം ഷെഡ് തകർന്നു. ഇതിന് സമീപം വൈദ്യുത ലൈനിലേക്ക് തേക്ക് മരം വീണു. റോഡിന് കുറുകെ മരം വീണതോടെ ഏറെ ഗതാഗത തടസ്സവും ഉണ്ടായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊരേച്ചാൽ സ്വദേശിയുടേതെന്ന് തിരിച്ചറിഞ്ഞു. കൈതാരത്ത് വീട്ടിൽ വർഗീസാണ് മരിച്ചത്. കൈതാരൻ വീട്ടിൽ വർഗീസാണ് മരിച്ചത്. മുപ്പിളിയിലുള്ള പിതൃഭവൻ വൃദ്ധമന്ദിരത്തിലായിരുന്ന വർഗീസിനെ 1 മാസം മുൻപ് കാണാതായിരുന്നു. മുരുക്കുങ്ങൽ മുപ്പിളി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ 1 കിലോമീറ്ററോളം അകലെ വനത്തിനുള്ളിലെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തി വനപാലകരെ അറിയിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതായി പോലീസ് അറിയിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കിപ്പറമ്പ് പട്ടികവർഗ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. KK രാമചന്ദ്രൻ MLA പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ C. ഹെറാൾഡ് ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ, ഊരുമുപ്പൻ MN വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പട്ടികവർഗ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തൃശൂരിനാണ് നിർമ്മാണ ചുമതല. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ദേശീയപാതയോരത്ത് രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത്. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത്. ദേശീയപാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R. രാജേഷ്, പഞ്ചായത്തുതല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പരിപ്പുവടയിൽ തേരട്ടയെ കണ്ട സംഭവത്തിൽ പരാതി ഉയർന്ന പുതുക്കാട് ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് ബേക്കറി ലൈസൻസ് ഇല്ലാതെ ഇത്രയും നാൾ പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന ആരോപണവുമായി HRPM ചെയർമാൻ ജോൺസൺ പുല്ലുത്തി. ഇത് സംബന്ധിച്ചുള്ള പരാതി ജില്ലാ അസിസ്റ്റന്റ് പഞ്ചായത്ത് ഡയറക്ടർ, ജില്ലാ കളക്ടർ, സംസ്ഥാന ഫുഡ് സേഫ്റ്റി ഓഫീസർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് മനുഷ്യാവകാശ പ്രവർത്തകൻ നൽകി. തിങ്കളാഴ്ചയാണ് കേരള ബാങ്ക് ഉദ്യോഗസ്ഥർ ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടയെ കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്തും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി കടപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു.
ഉദ്യോഗസ്ഥർ മടങ്ങിയ ശേഷവും സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നിരുന്നുവെന്നും ജോൺസൺ പുല്ലുത്തി പറഞ്ഞു. സ്ഥാപനം അടച്ചുപൂട്ടി സീൽ വയ്ക്കാതെ കട വൃത്തിയാക്കുന്നതിനും മറ്റ് വൃത്തിഹീനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥാപനത്തിൽ നീക്കം ചെയ്യുന്നതിനും സ്ഥാപന ഉടമയ്ക്ക് അവസരം നൽകുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നതെന്നും പരാതിക്കാരൻ കത്തിലൂടെ ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം വേണമെന്നും അനധികൃത കെട്ടിടത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ജോൺസൺ പുല്ലുത്തി ആവശ്യപ്പെട്ടു. ഈ പുതുക്കാട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ പഞ്ചായത്ത് വന്ന് അടച്ചു പൂട്ടാനായിട്ട് പേപ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലിരുന്ന് അവർ സംസാരിച്ച് ഏകദേശം ഒരു ധാരണ ആയതിനു ശേഷമാണ് അവരിറങ്ങിപ്പോകുന്നത്. അടച്ചു പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പൊതുജനങ്ങളെ കേൾക്കലെ പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്തത്. പക്ഷെ അവർ പോയിട്ടും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചു. അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള ഓട്ടോ തൊഴിലാളികളും ഒപ്പം മറ്റുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മറ്റു പലരും ചേർന്ന് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോഴാണ് വീണ്ടും അവർ അടച്ചു പൂട്ടണം എന്ന രീതിയിലേക്ക് വന്നതും. എന്നാൽ അവർ അടച്ചു പൂട്ടിയിട്ടില്ല. അവർ അവിടെ കേടായിരുന്നിരുന്ന പഴകിയ ഭക്ഷണ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്ത് നീക്കം ചെയ്ത് വീണ്ടും അവിടെ ഒരു പുനരുദ്ധാരണം ആ ബിൽഡിങ്ങിൽ വീണ്ടും പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കട എത്രയും പെട്ടെന്ന് 1, 2, 3 ദിവസത്തിനുള്ളിൽ വീണ്ടും തുറക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് അധികാരികളും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചെയ്തു കൊടുക്കുന്നു എന്നാണ് ബലമായി സംശയിക്കുന്നത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ക്ലാസ് പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പുതുക്കാട് പള്ളി ട്രസ്റ്റി അൽജോ പുളിക്കൻ, PTA പ്രസിഡന്റ് KV മനോജ്, പ്രധാനാധ്യാപകൻ യൂജിൻ പ്രിൻസ്, MPTA പ്രസിഡന്റ് റോസാമിനി ഫ്രാൻസിസ്, സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ബേബി ഹെലൻ, സ്റ്റാഫ് സെക്രട്ടറി CB ശ്രീലേഖ, പ്രിൻസിപ്പൽ ടോബി തോമസ്, കൺവീനർ സിസ്റ്റർ MK ജയ്മോൾ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ സ്കൂൾ ഡയറി മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് പ്രിൻസിപ്പൽ ടോബി തോമസിന് കൈമാറി പ്രകാശനം ചെയ്തു. 2025 മാർച്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ KY സ്വിഹ ഫാത്തിമ, +1 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഹെലന പ്രവീൺ, വിവിധ വിഭാഗങ്ങളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഫാദർ ടിജോ മുള്ളക്കര രക്ഷാകർത്താക്കൾക്കുള്ള ക്ലാസ് നയിച്ചു. ഏറ്റവും വലിയൊരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായിട്ടാണ് ഈ ചടങ്ങ് കൂടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് നമ്മളെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പല വിഭാഗത്തിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ +1 അഡ്മിഷൻ നേടിയിട്ടുള്ളവരാണ്. ഇന്ന് പ്രത്യേകമായി മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷം പാസ്സായി പോയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുണ്ട്. അതിനേക്കാളും ഉപരി പുതിയതായിട്ട് ഈ അധ്യയന വർഷം ആരംഭം കുറിക്കുന്ന +1 സ്റ്റുഡൻസ് വളരെ മാതാപിതാക്കളുണ്ട് എന്നത് നമ്മുടെ സെക്രട്ടറി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ വാമനവും എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായുള്ള സെബി കൊടിയൻ അവർ ദൈനംദിനമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മുടെ അവരുടെ സൈഡിലൊന്ന് കോൺടാക്ട് ചെയ്താൽ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NS ശാലിനി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ SK മദനചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, സ്റ്റാഫ് പ്രതിനിധി UK രാജു എന്നിവർ പ്രസംഗിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KK സെബാസ്റ്റ്യൻ മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ K സതീഷ്, സ്റ്റാഫ് സെക്രട്ടറി IS നിഷ, സീനിയർ അസിസ്റ്റന്റ് C ചാൾസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. രക്ഷാകർത്താക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. അളഗപ്പ് നഗർ സ്കൂൾ റീഡിംഗ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ അതിഥിയെ കണ്ട് അമ്പരന്ന് സ്കൂൾ കുട്ടികൾ. 3ാം ക്ലാസ്സിലെ കേരള പാഠാവലി പാഠപുസ്തകത്തിൻ്റെ 2ാം ഭാഗത്ത്
പൂമ്പാറ്റുമ്മ എന്ന സ്വന്തം കഥ പഠിക്കാൻ ഭാഗ്യം നേടിയ കൊച്ചു കഥാകാരി മെയ് സിത്താരയാണ് വായനോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ട അതിഥി. എന്നും മുതിർന്നവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് വിരസമായിരുന്ന ഉദ്ഘാടനവേദി കവിതകൾ ചൊല്ലിയും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും കൊച്ചു കൂട്ടുകാരി സുട്ടു കുട്ടികൾക്ക് കൗതുകമായി മാറി. കൊടകര സ്വദേശികളായ സിനിമാ സൗണ്ട് എഞ്ചിനീയർ അജയൻ അഡാട്ടിൻ്റെയും അധ്യാപികയായ പാർവതിയുടെയും മകളായ മെയ് സിത്താര കുഞ്ഞുകാലം മുതൽ പറഞ്ഞിരുന്ന കഥകൾ അമ്മ സമാഹരിച്ച് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പുസ്തകത്തിലെ ഒരു കഥയായ പൂമ്പാറ്റുമ്മയാണ് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടകര ഗവൺമെൻറ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മെയ് സിത്താര. തങ്ങളുടെ വിശിഷ്ടാതിഥിയായ സുട്ടുവിന് എഴുതിയും വരച്ചും ഭംഗിയായി നിർമ്മിച്ച ആശംസാ കാർഡുകൾ കുട്ടികൾ സമ്മാനമായി നൽകി. വായനോത്സവം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിനി M. കുര്യാക്കോസ്, കൺവീനർ മഞ്ജുഷ മാത്യു, PTA പ്രസിഡന്റ് NS ശാലിനി എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് സ്റ്റാഫ് സെക്രട്ടറി T. പുഷ്പ, അധ്യാപകരായ MB സജീഷ്, KS ജിഷ, സുമി എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 25 വരെ നടക്കുന്ന വായന വാരത്തിൽ സ്കൂൾ ലൈബ്രറി പൊതുജനങ്ങൾക്കായും രക്ഷിതാക്കൾക്കായും തുറന്നു നൽകുന്നതാണ് വായനോത്സവം. സൗജന്യമായി ആർക്കും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു വായിക്കാവുന്നതാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പും നൽകാവുന്നതാണ്. ഇതിൽ മികച്ചവയ്ക്ക് സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും. വളരെ അഭിമാനപൂർവ്വം തന്നെ ഇന്നത്തെ ഈ വായനാ ദിനത്തിന്റെ ഒരു ദിവസം മുമ്പ് ആരംഭിക്കുകയാണെങ്കിലും നമ്മളൊരു നിങ്ങളെ പോലെ ഒരു കൊച്ചു കളിക്കൂട്ടുകാരി 30 കഥകളിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു പറയുമ്പോൾ അത്ഭുതം തന്നെയല്ലേ. ലഹരി വിരുദ്ധ സന്ദേശം പതിച്ച നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്ത് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രധാനാധ്യാപകൻ T. അനിൽകുമാർ, പ്രിയൻ ആലത്ത്, CP ജോബി, സംഗീത ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനം ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷൈനി ബാബു, AM ബിജു, PC വേലായുധൻ, തങ്കമണി മോഹനൻ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. സുരേഷ് P. അരിക്കാട്ട്, KK ഗോകുലൻ, നന്ദകുമാർ കോരപ്പത്ത്, ജോയ് പുരയിടം, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ സാമൂഹ്യ മേഖലയെ, കേരളത്തിലെ സാമൂഹ്യ ഘടനയെ ഒക്കെ തന്നെ മാറ്റിമറിക്കുന്നതിൽ അയ്യങ്കാളി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം 1914 തന്നെ ഉണ്ടാക്കിയ സാധുജന പരിപാലന സംഘം. അത് യോഗം എന്ന് പോലും നേരിടാൻ അന്ന് അവകാശമുണ്ടായിരുന്നില്ല. ഇരിഞ്ഞാലക്കുട ടൗണിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കത്തീഡ്രൽ പള്ളിയുടെ മുന്നിൽ വെച്ച് 3 മണിയോടെയാണ് സംഭവം. കാറളം സ്വദേശിയായ നളിനിയുടെ മാലയാണ് കവർന്നത്. നളിനി ചന്തക്കുന്നിൽ അടക്കി വിൽക്കുന്നതിനായി എത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു കവർച്ച. പള്ളിയുടെ മുന്നിലായി എത്തിയപ്പോൾ ചന്തക്കുന്ന് ഭാഗത്തു നിന്നും ബൈക്കിലെത്തിയ 2 അംഗ സംഘം നളിനിയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. സമീപത്തെ കടയിലെ CCTVയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിഞ്ഞനത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചക്കരപ്പാടം പടിഞ്ഞാറ് ഏറാട്ട് വീട്ടിൽ വാസുവിന്റെ മകൻ 41 വയസ്സുള്ള വിനീഷ് ആണ് മരിച്ചത്. കുറച്ചു ദിവസമായി വീട്ടിൽ തനിച്ചായിരുന്ന വിനീഷിനെ പുറത്ത് കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് വിനീഷ് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. വിനീഷും അമ്മയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ സഹോദരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വേനൽ ചൂടിനെ പഴങ്കഥയാക്കി മഴക്കാലമെത്തിയതോടെ മലയോര മേഖലയിലെങ്ങും തേക്കുമരങ്ങൾ പൂത്തു. നെറുകയിൽ പൂക്കളേന്തി കാറ്റിലുലഞ്ഞാടുന്ന തേക്കുമരങ്ങൾ വഴിയോര കാഴ്ചകളിൽ നിറയുകയാണ്.
ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് തേക്ക് പുഷ്പിക്കുന്നത്. ഗ്രാമക്കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന തേക്കിൻ പൂക്കൾക്ക് ക്രീം കലർന്ന വെളുപ്പ് നിറമാണുള്ളത്. നേരിയ സുഗന്ധവും ഇവയ്ക്കുണ്ട്. തേക്കുമരത്തിന്റെ ശാഖാഗ്രങ്ങളിൽ 80 സെന്റിമീറ്ററോളം നീളത്തിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. മാസങ്ങളോളം വാടാതെ നിൽക്കുന്നവയാണ് തേക്കിൻ പൂങ്കുലകൾ. ഒക്ടോബർ മാസമാകുന്നതോടെ ഈ പൂക്കളിൽ ഉണ്ടാകുന്ന കായ്കൾ വിളഞ്ഞ് പാകമാകും. തേക്കിൻ പൂക്കളിൽ നിന്നെടുക്കുന്ന എണ്ണ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. മുടിയുടെ വളർച്ചയ്ക്കും ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഔഷധമായും തേക്കിൻ പൂക്കൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. തേക്കിന്റെ തളിരിലകളിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന ചായം വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. തേക്കിലകൾക്ക് വലിപ്പം കൂടുതലുള്ളതിനാൽ പണ്ടുകാലം മുതലേ സാധനങ്ങൾ പൊതിയാനും ആഹാര പദാർത്ഥങ്ങൾ വിളമ്പി കഴിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. തേക്കുമരത്തിന്റെ തൊലിയും വിത്തുകളും വിവിധ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചിരുന്നു. നേരത്തെ വനം വകുപ്പിന്റെ തോട്ടങ്ങളിലും അപൂർവ ചില സ്വകാര്യ പറമ്പുകളിലും മാത്രമായി വളർന്നിരുന്ന തേക്കുമരങ്ങൾ ഇപ്പോൾ നാടെങ്ങും വ്യാപിപ്പിച്ചിട്ടുണ്ട്. സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തേക്കിൻ തൈകൾ വിതരണം ചെയ്തു തുടങ്ങിയതോടെയാണ് നാട്ടിൻപുറങ്ങളിൽ തേക്കുമരങ്ങൾ വ്യാപകമായത്. സ്വന്തം പറമ്പിലെ തേക്കുമരങ്ങൾ മുറിച്ചുപയോഗിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിലെ സങ്കീർണതകൾ ലളിതമാക്കിയതും തേക്ക് വൃക്ഷങ്ങൾ വ്യാപകമാക്കാൻ ഇടയായിട്ടുണ്ട്. 15-20 വർഷം കൊണ്ട് നല്ല വരുമാനം നേടിത്തരുന്ന വൃക്ഷമാണ് തേക്ക്. തേക്കുമരങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് കേരളത്തിലേത്. വിദേശീയരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച പ്രകൃതി വിഭവങ്ങളിൽ ഒന്ന് തേക്കായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ തേക്കുതോട്ടം ഉണ്ടാക്കിയത് കേരളത്തിലെ നിലമ്പൂരിലാണ്. 1842 അന്നത്തെ മലബാർ കളക്ടറായിരുന്നു കണ്ണോളിയുടെ മേൽനോട്ടത്തിലാണ് തേക്കിന്റെ വിത്തുകൾ പാകി നിലമ്പൂരിൽ തോട്ടമുണ്ടാക്കിയത്. വെർബിനേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന തേക്ക് വൃക്ഷത്തിന്റെ ശാസ്ത്രനാമം ടെക്ടോണ ഗ്രാൻസിസ് എന്നാണ്. പുതിയ വീടുകളിൽ സ്റ്റീൽ കൊണ്ടുള്ള വാതിലുകളും ജനലുകളും പ്രചാരത്തിലായതോടെ തേക്കിൻ തടികൾക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും തേക്കുമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ഇനി കാണാം ഇൻഫോടോപ്പ്. മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം പ്രതിരോധശേഷി കൂട്ടുന്നത് വിവിധ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ചതും സ്വാഭാവികവുമായ മാർഗങ്ങളിലൊന്ന് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നതാണ്. മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണക്രമം നോക്കാം. ബദാം, വിറ്റാമിൻ ഇ, B2, മഗ്നീഷ്യം, ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ബദാം. ഊർജത്തെയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്ന ഒരു മികച്ച ലഘുഭക്ഷണമാണ് ബദാം. ദിവസവും ഒരു പിടി ബദാം കഴിക്കുന്നത് ശരീരത്തെ അണുബാധകളിൽ നിന്ന് രക്ഷിക്കുന്നു. സിട്രസ് പഴങ്ങൾ, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി എന്നിവയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനത്തെ കൂട്ടുന്നു. അണുബാധകൾക്കെതിരെ പോരാടുന്നതിന് ഈ കോശങ്ങൾ അത്യാവശ്യമാണ്. പുതിയതും സ്വാഭാവികവുമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ദിനചര്യയിൽ സിട്രസ് പഴങ്ങൾ ഉൾപ്പെടുത്തുക. തൈര്, ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രോബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണമാണ് തൈര്. രോഗപ്രതിരോധ സംവിധാനത്തിന്റെ വലിയൊരു ഭാഗം കുടലിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭക്ഷണത്തിൽ തൈര് ചേർക്കുന്നത് സന്തുലിതാവസ്ഥ നിലനിർത്താനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വെളുത്തുള്ളി, വെളുത്തുള്ളിയിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളുള്ള ഒരു സംയുക്തമായ അലിസിൻ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ പതിവായി വെളുത്തുള്ളി ചേർക്കുന്നത് ജലദോഷത്തെയും പനിയെയും നന്നായി ചെറുക്കാൻ ശരീരത്തെ സഹായിക്കും. ബെറി പഴങ്ങൾ, സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി എന്നിവ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. വിറ്റാമിൻ സി, നാരുകൾ എന്നിവയും ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇലക്കറികൾ, ചീര, മറ്റ് ഇലക്കറികൾ എന്നിവയിൽ ഇരുമ്പ്, കാൽഷ്യം, നാരുകൾ, ധാരാളം വൈറ്റമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്,
കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പറപ്പൂക്കര ഗവൺമെൻറ് LP സ്കൂളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ LPST താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. 1 മാസത്തേക്കാണ് നിയമനം. താൽപ്പര്യമുള്ളവർ വ്യാഴാഴ്ച രാവിലെ 11-ന് സ്കൂളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027905060. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സിൻ്റെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള സ്റ്റാഫ് നഴ്സുമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 40 വയസ്സ്. താൽപ്പര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ ജൂൺ 23-ന് ഉച്ചയ്ക്ക് 1-ന് മുൻപായി ലഭിക്കേണ്ടതാണ്. വിലാസം: സൂപ്രണ്ട്, പുതുക്കാട് താലൂക്ക് ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട്. ഇമെയിൽ വിലാസം chcpudukad@gmail.com. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. മണ്ണമ്പേട്ട ചാർത്തായി ശൈലജൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് കുരിയച്ചിറ ശ്മശാനത്തിൽ. ശൈലജയാണ് ഭാര്യ. അമൽ, അമൃത എന്നിവർ മക്കളും ശ്രീനാഥ് മരുമകനുമാണ്. പുതുക്കാട് കാഞ്ഞൂർ കൂനംപ്ലാവിൽ അന്തോണിയുടെ ഭാര്യ സെലീന അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അന്തോണിയാണ് ഭർത്താവ്. ഓമന, ജോസ്, കൊച്ചുമേരി, റപ്പായി, ഷീല, സിസ്റ്റർ ബേബി, സിസ്റ്റർ ബെറ്റി, പരേതയായ എൽസി എന്നിവർ മക്കളും. ഫ്രാൻസിസ്, ജോയ്, ബീന, രാജു, ജെയ്സി, പൗലോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിലും കാറ്റിലും മറ്റത്തൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിൽ നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊരേച്ചാൽ സ്വദേശിയുടേതെന്ന് തിരിച്ചറിഞ്ഞു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ചക്കിപ്പറമ്പ് പട്ടികവർഗ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.